ഹലോ കവാൻ, ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു മലാക്ക ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെയാണ്. ഈ മലാക്ക എന്ന് പറയുന്നത് മലേഷ്യയിലെ എന്താ പറയുക ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. കുറേ പണ്ടത്തെ ഡച്ച് നിർമ്മിതികളും അങ്ങനത്തെ കുറേ എന്താ പറയുക നമ്മൾ കാണേണ്ട കുറേ പരിപാടികളൊക്കെ ആയിട്ട്, എന്നാൽ എല്ലാം കണക്ട് ചെയ്തിട്ട് വളരെ എന്താ പറയുക ഈ ഒരു സെൻട്രലായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. ഭയങ്കര വലിയ പരിപാടിയൊന്നുമില്ല, പക്ഷെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവരത് നല്ല രീതിക്ക് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത്, ഇപ്പോൾ ഈ പണ്ടത്തെ നിർമ്മിതികളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമല്ല അത് കൂടുതൽ പിന്നെയും അവർ ഡെക്കറേറ്റ് ചെയ്ത് അത് ഷോ ചെയ്ത് അങ്ങനെ പോകുന്നൊരു സ്ഥലമാണ് ഈ മലാക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ട് ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്തത്. പ്രധാനമായിട്ട് നമ്മൾ മലാക്കയിൽ നമ്മൾ നോട്ട് കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ എടുത്തു പറയാനായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രധാനമായിട്ട് പോയിട്ട് മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പ്രധാന 2-3 കാര്യങ്ങളാണ് ഞാനിന്നോട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഒരു ഇതാണ് നമുക്ക് ഈ റെഡ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഏരിയ. അവിടെ ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ, അവിടുത്തെ ഒരു ചർച്ച്, ഫേമസ് ചർച്ച്, അതൊക്കെ ഫുള്ള് റെഡ് കളറിൽ, ആ ഒരു സ്ട്രീറ്റ് ഫുള്ള് റെഡ് കളറാണ്. നല്ലൊരു എന്താ പറയുക നല്ലൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അവിടെ കാണാനായിട്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഇതാണ് ജോങ്കർ സ്ട്രീറ്റ് അല്ലെങ്കിൽ ജോങ്കർ വാക്ക് എന്ന് പറയുന്നൊരിത്. അത് ഈ പറയുന്ന പോലെ തന്നെ ഒരു സ്ട്രീറ്റാണ്, ഫുൾ ഓഫ് ഷോപ്പിങ്. പിന്നെ എന്താ പറയുക പല ടൈപ്പിലുള്ള ഭക്ഷണ സാധനങ്ങൾ, ഷോപ്പിംഗ് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അവിടുത്തെ ഒരു ക്രൗഡ് ഒരു പ്രത്യേക ഒരു വൈബാണ്, നമ്മൾ ഫീൽ ചെയ്യേണ്ട ഒരു പരിപാടി തന്നെയാണ്. പിന്നെ പറയാനായിട്ടുള്ളത് ഒരു ക്രൂയിസ് ബോട്ടിൻ്റെ ഒരു ചെറിയൊരു ലൈക്ക് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു തടാകത്തിൽ കൂടെയുള്ളൊരു സഫാരി ഉണ്ട്. ആ സഫാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സഫാരി നമ്മൾ പോകുമ്പോൾ ഈ എന്താ പറയുക കനാലിൻ്റെ 2 സൈഡിലും ഒരു ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് 2 സൈഡിലും ഇങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ പബ്ബ്, ചെറിയ ചെറിയ ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ്, ബാറ്, അങ്ങനെ ഫുള്ള് ലൈറ്റ്, സൗണ്ട്, ഫുൾ ആംബിയൻസ്. എന്താ പറയുക ശരിക്കും ആ യാത്ര എപ്പോഴും നൈറ്റിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് നോക്കുക. ആ വളരെ എന്താ പറയുക നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല എന്ന് പറയില്ല, 2 സൈഡിൽ നിന്നും അതേപോലത്തെ വ്യൂ ആണ് എന്താ പറയുക ഈ യാത്രയിൽ ത്രൂ ഔട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറയുന്ന ഒരു സംഭവമാണ് മറ്റെന്താ പറയുക ഒരു സ്കൈ വാക്ക് എന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 110 അടി ഹൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് ഫുള്ള് 360 ഡിഗ്രി നമ്മളെ റൊട്ടേറ്റ് ചെയ്ത് മലാക്ക നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പരിപാടി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു പരിപാടിയാണ്. അതായത് ഏജ് ലിമിറ്റ് ഇല്ല, ചെറിയ കുട്ടികൾ തൊട്ട് എൻ്റെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു, അമ്മയ്ക്കും വയസ്സായതാണ്. ഇവരൊക്കെ എല്ലാവരും നമ്മൾ എന്താ പറയുക കയറി ആർക്കും ഒരു പേടി, അങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോകുന്നു. മുകളിൽ ചെന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് മലാക്ക മൊത്തം കാണാം. ഒരു 5 മിനിറ്റ് ഉണ്ടാവും തോന്നുന്നു മുകളിൽ മൊത്തം നമുക്ക് അതിലിരുന്ന് ഇങ്ങനെ കാണാം. അങ്ങനെ തന്നെ ഡൗൺ ആയി വരുന്നു. അങ്ങനെ അതും എന്താ പറയുക നമ്മൾ എടുത്തു പറയേണ്ട ഒരു പരിപാടി തന്നെയായിരുന്നു. അങ്ങനെ എന്താ പറയുക ഒരു നൈറ്റ് നമ്മളവിടെ സ്റ്റേ ചെയ്ത് മലാക്ക മൊത്തം നമ്മൾ മൊത്തം എക്സ്പ്ലോർ ചെയ്തെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കാണാണ്ട് ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ കണ്ട് നമ്മൾ മടങ്ങി. ഓക്കെ, താങ്ക് യു.